നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി യുവാക്കളാണ് UAE-യിൽ തൊഴിൽ അന്വേഷിച്ച് എത്തുന്നത്. പ്രവൃത്തി പരിചയം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. ഇപ്പോൾ തൊഴിൽ അന്വേഷിച്ചെത്തുന്നവർക്ക് ഒരു വൻ തിരിച്ചടിയായിരിക്കുകയാണ് UAE-യുടെ പുതിയ നീക്കം. അതായത് പരിശീലന കാലത്ത് ജോലി ഉപേക്ഷിച്ചാൽ UAE-യിൽ ഇനി മുതൽ 1 വർഷം തൊഴിൽ വിലക്കുണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിച്ച് ട്രെയിനിങ്ങിനിടെ ജോലി ഉപേക്ഷിച്ചാൽ 1 വർഷത്തേക്ക് പുതിയ തൊഴിൽ പെർമിറ്റ് ലഭിക്കില്ലെന്ന് മാനവ വിഭവ സ്വദേശിവത്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ സ്പോൺസർ ലംഘിച്ചതിന്റെ പേരിലാണ് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നതെങ്കിൽ പുതിയ പെർമിറ്റ് ലഭിക്കാൻ തടസ്സമുണ്ടാകില്ല. പരിശീലന കാലയളവിൽ ജോലിയിൽ നിന്ന് വിട്ടുനിന്നതായി തെളിഞ്ഞാലും തൊഴിൽ വിലക്കുണ്ടാകും. വ്യാജ കമ്പനിയുടെ പേരിൽ തൊഴിൽ പെർമിറ്റ് ഉണ്ടാക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്യുന്നവർക്കും പുതിയ പെർമിറ്റിന് 1 വർഷം കാത്തിരിക്കണം. ഫെഡറൽ തൊഴിൽ നിയമം 33-ാം വകുപ്പ് പ്രകാരമാണ് തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ആശ്രിത വിസയിൽ കഴിയുന്നവർക്ക് തൊഴിൽ പെർമിറ്റ് ലഭിക്കാൻ തടസ്സമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. എന്നാൽ രാജ്യത്തിന് ആവശ്യമുള്ള വിദഗ്ധ തസ്തികകളിലും ശാസ്ത്ര മേഖലകളിലും തൊഴിലെടുക്കുന്നവർക്ക് 1 വർഷ തൊഴിൽ വിലക്കില്ല. ഗോൾഡൻ വിസക്കാരെയും വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വേർതിരിച്ച പ്രത്യേക തസ്തികകളിലുള്ളവർക്കും തൊഴിൽ വിലക്കിൽ ഇളവുണ്ട്. സംഘമായി പണി മുടക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിന് തൊഴിൽ ഉടമ നൽകുന്ന പരാതി മന്ത്രാലയം വിശദമായി അന്വേഷിക്കും. തുടർന്ന് ആവശ്യമെങ്കിൽ 1 വർഷത്തെ തൊഴിൽ വിലക്കോടെ വിസ റദ്ദാക്കും. തൊഴിൽ നിരോധനത്തിന്റെ പരിധിയിലുള്ളവർക്ക് മന്ത്രാലയത്തിന്റെ 60059000 കോൾ സെന്റർ നമ്പറിലോ ഓൺലൈൻ വഴിയോ വിശദാംശങ്ങൾ അറിയാം. തൊഴിൽ വിലക്ക് നീങ്ങാൻ ആവശ്യമായ രേഖകളോടെ മന്ത്രാലയത്തെ സമീപിക്കാനും തൊഴിലാളിക്ക് അവകാശമുണ്ട്. വിലക്ക് ലഭിച്ച വ്യക്തി രാജ്യം വിടുന്ന ദിവസം മുതലാണ് 1 വർഷം കണക്കാക്കുക. അതേസമയം സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് UAE. ഇതിന്റെ ഭാഗമായി നിശ്ചിത ശതമാനം സ്വദേശിവത്കരണം UAE-ലെ സ്വകാര്യ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ജൂലൈ മുതൽ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വർഷം നടപ്പിലാക്കേണ്ട 1% സ്വദേശിവത്കരണം സ്ഥാപനങ്ങൾ ജൂൺ 30-നകം പൂർത്തിയാക്കണം. 50 മുതൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശികളെ നിയമിക്കണം എന്നാണ് നിർദ്ദേശം. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പ്. 1% ജൂണിലും 1% ഡിസംബറിലും പൂർത്തിയാക്കണം. നിയമിക്കാതിരിക്കുന്ന ഓരോ എമിറാത്തിക്കും 42,000 ദിർഹം വീതമാണ് പിഴ അടയ്ക്കേണ്ടി വരിക. ജൂലൈ മുതൽ ഓരോ മാസവും 7,000 ദിർഹം വീതം കണക്കാക്കി വർഷാവസാനം വരെയുള്ള തുകയാണിത്. പിന്നീട് 2026 വരെ ഓരോ വർഷവും 1000 ദിർഹം വീതം വർദ്ധിപ്പിച്ച് ഫൈൻ അടയ്ക്കേണ്ടതായും വരും. സ്വകാര്യ മേഖലയിൽ സ്വദേശി യുവതി യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാഫീസ്. 2022-ൽ ആരംഭിച്ച പദ്ധതി പ്രകാരം വർഷത്തിൽ 2% സ്വദേശികളെ നിയമിക്കണം. ഈ വർഷം അത് 4%, 2024-ൽ അത് 6%, 2025-ൽ 8%, 2026-ൽ 10% എന്നിങ്ങനെയാണ് അനുപാതം. നിയമനത്തിന് വർഷാവസാനം വരെ കാത്തുനിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കാനാണ് 6 മാസം കൂടുമ്പോൾ 1% നിയമനം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സമയബന്ധിതമായി അനുപാതം പൂർത്തിയാക്കി പിഴയിൽ നിന്ന് ഒഴിവാകണമെന്ന് പദ്ധതി ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഐഷ ബെൽഹർഫിയ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.